അമ്മയോട് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഓ ഒന്നും സാരമില്ല. അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമ്മൾ അറിഞ്ഞോട് തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെന്താ? മിണ്ടരുത് നീ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് പറയുന്ന കേട്ടില്ലേ സാരമില്ലെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന? ഒന്നും ചെയ്യാനാണോ ജയിലിൽ പോയി കിടന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് എന്താണ് കാണിക്കണേ? ഒരു കൊച്ചു പിള്ളേരെ പോലെ. അവനൊരു അബദ്ധം പറ്റിയല്ലടാ. വേണ്ടടാ, തടയണ്ട. അവൻ എന്നെ തല്ലിക്കോട്ടെ. എന്റെ പെങ്ങടെ കല്യാണത്തിന് ഒരു തരി സ്വർണ്ണമെങ്കിലും എന്റെ വകയായിട്ട് കൊടുക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പലിശക്കെടുത്ത പൈസയാ ഇവന്റെ വിഷമം കണ്ടിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് പന്നിക്കെടുത്ത് കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ അവൻ പറയുന്ന കേട്ടില്ലേ? എടാ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലിട്ട് എന്താ കാര്യം? ബക്കറെ, നിനക്ക് വിഷമായോ? എങ്കിൽ അത് എട്ടായിട്ട് മടക്കി നിന്റെ പോക്കറ്റിലോട്ട് വെച്ചോ. എന്ത് ഓടാ. എങ്ങോട്ടാ? അമ്മേ, കള്ളന്മാർക്കും തട്ടിപ്പുകാർക്കും കയറി വരാൻ ഇത് ജയിലും പോലീസ് സ്റ്റേഷനും ഒന്നും അല്ല. ചേച്ചി എന്തായി പറയണേ? നീ മിണ്ടായിരിക്കെ. എല്ലാവരും ഇവനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ ഇന്ന് നന്നാവും നാളെ നാളെ എന്ന് കരുതി ചോദിച്ചൊക്കെ കൊടുത്ത് വളർത്തിയതാ. എന്നിട്ടിപ്പോ സ്വന്തം നാടിന് വേണ്ടി മരിച്ച അപ്പച്ചന്റെ പേരും കളഞ്ഞ് കയറി വന്നിരിക്കുക നാണമില്ലാതെ. ചേച്ചി, ഇവനൊരു അബദ്ധം പറ്റിയതല്ലേ, ചേച്ചി ക്ഷമിക്കേ. അബദ്ധം പറ്റിയത് എനിക്കല്ലേ? ഇവന്റെ വാക്ക് വിശ്വസിച്ച് എന്റെ ഇച്ഛ എന്റെ ജീവന്റെ വിലയാ ഇവനെ ഞാൻ ഏൽപ്പിച്ചത്. ഇനി ഇവനെ ഈ വീട്ടിൽ കയറ്റിയ എന്റെ ഇച്ഛ എന്റെ ആത്മാവ് പോലെ എന്നോട് പൊറുക്കില്ല. എനിക്കിനി കാണണ്ട നിന്നെ. പൊയ്ക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കോ. പോളി, സാരില്ലടാ, വിട്ടുകളാ. ഒക്കെ നമുക്ക് ശരിയാക്കാം. അമ്മയുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ. പറയാനെളുപ്പോ? 4 നേരം കയറി വരുമ്പോ വെട്ടിപിടിക്കാൻ നീ തരുവോ? ഇല്ലല്ലോ. നാളെ ബക്കറിന്റെ പെങ്ങളുടെ കല്യാണല്ലേ? അതുകൊണ്ട് അല്ല, അവിടെ ചെന്ന് ഒരു നേരത്തേക്കുള്ളതെങ്കിലും കിട്ടില്ലേ? കിട്ടുവോ? For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.